2000-ന്റെ തുടക്കത്തിൽ വയനാട്ടിലെ ആദിവാസി ഊരുകളിൽ ഒട്ടേറെ പട്ടിണി മരണങ്ങൾ സംഭവിച്ചിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയും അത് കണ്ടതായി ഭാവിച്ചില്ല. ആഴ്ചകളുടെ വ്യത്യാസത്തിൽ 36 ആദിവാസികൾ പട്ടിണി മൂലം മരണപ്പെട്ടതോടെയാണ് ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 2001-ൽ ആദിവാസികൾ കുടിൽകെട്ടി സമരം തുടങ്ങിയത്. 48 ദിവസം നീണ്ടുന്ന സമരത്തിന്റെ ഒടുവിൽ അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി ആദിവാസികൾക്ക് ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകി ആ സമരം അവസാനിപ്പിച്ചു. എന്നാൽ ഈ പറഞ്ഞ ഒരു വാഗ്ദാനവും കോൺഗ്രസ് സർക്കാർ പാലിച്ചില്ല. 1 ഏക്കർ മുതൽ 5 ഏക്കർ വരെ ഭൂമി നൽകുമെന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥ ഒരു വർഷമായി പാലിക്കാതായപ്പോഴാണ് CK ജാനുവും ഗീതാനന്ദനും ഗോത്ര മഹാസഭയും മുത്തങ്ങയിൽ 2003-ൽ കുടിൽ കെട്ടി സമരം ആരംഭിച്ചത്. പിന്നീട് നമ്മൾ കണ്ടത് ജനാധിപത്യ കേരളം ഇവിടുത്തെ പൗരന്മാർക്ക് നേരെ നടത്തിയ ഏറ്റവും ക്രൂരമായ മർദ്ദനങ്ങളാണ്. ലാത്തിചാർജിലും തുടർന്നുണ്ടായ വെടിവെപ്പിലും ജോഗി എന്ന ആദിവാസി മരിച്ചു. മൃഗങ്ങളോട് പോലും കാണിക്കാത്ത ക്രൂരതയാണ് അന്ന് AK ആന്റണിയുടെ പോലീസ് ആദിവാസികളോട് കാണിച്ചത്. കണ്ണിൽ കണ്ട സകല വസ്തുക്കളും തല്ലിത്തകർത്ത പോലീസ് പുതിയ മർദ്ദനമുറകൾ ആദിവാസികളുടെ ശരീരത്തിൽ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. കണ്ണൂരിൽ നിന്നെത്തിയ ഒരു പോലീസുകാരനും ഈ സംഘർഷത്തിനായി മരിച്ചു. അതോടെ മുത്തങ്ങ സമരത്തിന് പുതിയ മാനം കൈവന്നു. സമരാനന്തരം ആദിവാസികളെ വ്യാപകമായി പോലീസ് വേട്ടയാടുകയായിരുന്നു. അന്നത്തെ പത്രങ്ങളിൽ കാണാം അടികൊണ്ട് നീര് വന്ന CK ജാനുവിന്റെയും ഗീതാനന്ദന്റെയും മുഖങ്ങൾ. മുത്തങ്ങയിൽ അന്ന് സർക്കാർ നടത്തിയ ആദിവാസി വേട്ട മലയാളികളുടെ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവാണ്. അന്ന് പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കപട ആദർശത്തിന്റെ രാഷ്ട്രീയം മാത്രം കൊണ്ടു നടക്കുന്ന ആന്റണി സർക്കാർ ഒപ്പുവെച്ച കരാറിലെ വ്യവസ്ഥകൾ ഒന്നും പാലിക്കപ്പെട്ടില്ല. അതിനെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച ആദിവാസികളെ തല്ലി ഒതുക്കി വെടിവെച്ച് കൊന്നു. കേരളം മൊത്തം ഈ ക്രൂരതയിൽ ഞെട്ടി നിൽക്കുമ്പോഴും ഈ മർദ്ദനത്തെ, കൊലപാതകത്തെ ചിരിച്ചുകൊണ്ട് ന്യായീകരിച്ച ആളാണ് കണ്ണൂരിലെ സടകൊഴിഞ്ഞ സിംഹം K സുധാകരൻ. ആദിവാസികളുടെ കുടിലുകൾ കത്തുന്നത് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് കേരളത്തിലെ ആദിവാസികൾക്കുള്ള ഒരു മെസ്സേജ് ആണ്. പോലീസ് കുട്ടികളുടെയും സ്ത്രീകളുടെയും തല തല്ലിപ്പൊളിച്ചിട്ടും സുധാകരൻ പറയുന്നത് പോലീസുകാർ മുട്ടിന് താഴെ മാത്രമേ തല്ലിയിട്ടുള്ളൂ എന്നാണ്. ഇത്രയും പ്രകോപിതരായ ആളുകൾ കൂടി നിന്നിട്ട് ഒരു ആദിവാസി മാത്രമേ മരിച്ചുള്ളൂ എന്നും സുധാകരൻ പറയുന്നു. 18 റൗണ്ട് വെടിവെച്ചിട്ടും ഒരു ആദിവാസി മാത്രം മരിച്ചതിൽ അദ്ദേഹം വിഷമിക്കുകയാണ്. അതും പ്ലാസ്റ്റിക് ബുള്ളറ്റ് കൊണ്ടാണ് മരിച്ചതെന്നും അയാൾ പറഞ്ഞിരുന്നു. ഇത്രയും മാന്യമായി പെരുമാറുന്ന പോലീസുകാർ എങ്ങുമില്ലെന്നും അന്ന് സുധാകരൻ ആ പ്രസ്താവനയിൽ പറഞ്ഞു. ഇത്രയ്ക്ക് മനുഷ്യത്വരഹിതമായ പ്രസ്താവന കേരളത്തിലെ ഒരു മന്ത്രിയും ഒരു MLA ഒരു രാഷ്ട്രീയക്കാരനും ഇന്നവരെ നടത്തിയിട്ടില്ല. K സുധാകരൻ എന്ന അധപ്പതിച്ച മനസ്സിന്റെ ഉടമക്ക് മാത്രമേ അതിന് കഴിഞ്ഞിട്ടുള്ളൂ. ശവം കുഴിച്ചിടാൻ പോലും 6 അടി മണ്ണ് സ്വന്തമായിട്ടില്ലാത്ത ആദിവാസികൾ മരിച്ചാലും സുധാകരന് അതൊക്കെ പുല്ലാണ്. ഇവരെയൊക്കെ കൊന്ന് തള്ളിയിട്ട് വേണം കാട് കൊള്ളയടിക്കാനും മരം മുറിക്കാർക്ക് അടങ്കൽ കൊടുത്ത് കമ്മീഷൻ മേടിക്കാൻ. സുധാകരൻ എന്ന ക്രിമിനൽ മൈൻഡുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പോഴും കോൺഗ്രസിലെ ഗാന്ധിയൻ എന്ന് സ്വയം വിളിച്ചു പറയുന്ന ആദർശധീരന്റെ മുഖം മൂടി അണിയുന്ന VM സുധീരനെങ്കിലും ഒരു വാക്ക് പറഞ്ഞിരുന്നു. ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ആദിവാസിയും ദളിതരും ഒന്നും ഒരു കാലത്തും കോൺഗ്രസിന്റെ വിഷയങ്ങളും ആയിട്ടില്ല. അന്ന് ആദിവാസികൾക്ക് നേരെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അതിക്രമങ്ങൾക്ക് മേൽ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കമുള്ള വിവിധ ഏജൻസികൾ ശുപാർശ ചെയ്തിട്ടും നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. ജോഗി എന്ന ആദിവാസിയുടെ മരണം സംബന്ധിച്ചും അന്വേഷണം ഉണ്ടായില്ല. എന്നാൽ 22 വർഷത്തിനപ്പുറവും ആദിവാസികൾക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിൽ അവർ ഇപ്പോഴും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.